ഗായ്സ്, നമ്മളിന്ന് കൊഴുവക്കറി വെക്കാമെന്ന് വിചാരിച്ചു. കൊഴുവ ഫോർമാലിൻ ഫ്രീ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല ഗായ്സ്. എന്തായാലും ഇപ്പൊ ട്രോളിംഗ് ആയതുകൊണ്ട് ഫ്രീസറിലിരിക്കുന്ന മീനുകളായിരിക്കും ഭൂരിഭാഗം നമുക്കൊക്കെ കിട്ടുന്ന. എന്തായാലും കൊഴുവ മേടിക്കാൻ തീരുമാനിച്ചു. അപ്പൊ തേങ്ങ അരച്ച് വെക്കാന്നാണ് ചിറ്റ പറഞ്ഞത്. ബിക്കോസ് തേങ്ങ അരച്ച് വെക്കുമ്പോൾ നമുക്ക് ചാറ് ഒഴിച്ചിട്ടാണെങ്കിലും അത് മാത്രമായിട്ട് കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അത് മാത്രമല്ല, കൊഴുവ തേങ്ങ അരച്ച് വെക്കുമ്പോൾ വേറൊരു ഫീൽ തന്നെയാണ്. ആദ്യം തന്നെ ചട്ടി വെച്ച് നമ്മൾ ഉലുവ വറുക്കാൻ വേണ്ടി ഉലുവ ഇട്ടിട്ടാണ് മീൻകറി വെക്കുന്നതാണ് ചിറ്റ പറയുന്നത്. ഞാനല്ലല്ലോ കുക്ക്, സോറി ഷെഫ്. ചിറ്റയാണ് ഷെഫ്. അപ്പൊ ചിറ്റയുടെ ഓൺ പ്രിപ്പറേഷനിലാണ് നമ്മൾ കറി വെക്കുന്നത്. നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതാണ് നമ്മൾ അടുത്തായി ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉലുവ പൊട്ടുന്ന സമയം കൊണ്ട് ഇത് അതിന്റെ കൂടെ തന്നെ ഇട്ട് ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി ആ പച്ച ചൊവ്വയൊക്കെ മാറി അത്യാവശ്യം സെറ്റ് ആകുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് മിക്സ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാനാണ്. അരപ്പിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് തേങ്ങ, ഉണക്കമുളക്, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടാണ് തേങ്ങ നമ്മൾ അരച്ചെടുത്തത്. അപ്പോൾ ഈ മിക്സ്ചർ കുറച്ചു നേരം ആ പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾ ചട്ടിയിലിട്ട് നല്ലപോലെ വയറ്റണം. ഈ വയറ്റി അതിന്റെ പച്ചച്ചുവ കംപ്ലീറ്റ്ലി മാറുന്നവരെ വയറ്റണം കേട്ടോ. അപ്പോൾ അത് കുറച്ച് വയണ്ട് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സി ജാറിലെ കഴുകി ആ വെള്ളം കൂടി എടുത്ത് ഒഴിക്കണേ. ബിക്കോസ് കുറച്ച് ചാറ് പോലെ ആവണമല്ലോ, എന്നാലല്ലേ തേങ്ങ അരച്ച കറി ആവുള്ളൂ. തിളച്ചൊരു 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ നേരത്തെ കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊഴുവ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇത് ഇതിൽ കിടന്ന് തിളച്ച് വേകണം, എന്നാലേ നമുക്ക് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെയല്ലായിരിക്കും വെക്കുന്നത്. ഇത് നമ്മുടെ സ്റ്റൈലിൽ, അതായത് ചിറ്റയുടെ ഓൺ സ്റ്റൈലിലെ പ്രിപ്പറേഷനാണ്. പല നാട്ടിലും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് ഈ സ്റ്റൈലാണ്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിറ്റ ഉണ്ടാക്കുന്ന ഓരോ കറിക്കും ഒരു മിനിമം ഗ്യാരണ്ടി നമുക്ക് കിട്ടും. കാരണം അത്ര അടിപൊളിയായിരിക്കും. എന്ത് കറി വെച്ചാലും അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ചിറ്റയുടെ പൊടിക്കൈയാണെന്ന് തോന്നുന്നു ഉള്ളി ചതച്ചത് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കണ കാണാം. ചിലപ്പോൾ അതൊരു ടിപ്പായിരിക്കും കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാം. അവസാനം 2 വേപ്പിലയും വെച്ച് കറി അടച്ചു വെച്ച് വേവിക്കാൻ വെച്ചു. ഈ കൊഴുവ വേകാൻ അധികം സമയം വേണ്ടെന്നാണ് തോന്നുന്നത്. ഒരു 10 മിനിറ്റ് ആയപ്പോൾ തന്നെ ചിറ്റ പറഞ്ഞ് കറി റെഡിയായെന്ന്. എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളി കറിയാണ്. എല്ലാവരും മസ്റ്റ് ആൻഡ് ട്രൈ ചെയ്യണേ. ബൈ.